ഹലോ, വെൽക്കം ടു 1IS അക്കാഡമി. എൻ്റെ പേര് അമൽ എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇന്ത്യൻ എക്കണോമി. ഓക്കെ, അപ്പോൾ സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ തന്നെ ഇന്ത്യൻ എക്കണോമിയും ഉണ്ട്, എക്കണോമിക് ഡെവലപ്മെൻറ്റും ഉണ്ട്. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി മെയിൻസ് ഓറിയൻറ്റഡ് ടോപ്പിക്സ് ആണ്. നമ്മൾ ഇന്ത്യൻ എക്കണോമി കംപ്ലീറ്റ് കവർ ചെയ്തതിന് ശേഷമായിരിക്കും ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞ ടോപ്പിക്സിൽ നമുക്ക് UPSC തന്നിരിക്കുന്ന സിലബസ് ഏതൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ആ സിലബസിലുള്ള ടോപ്പിക്സ് ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആയിരിക്കും നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഭാഗം. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന മണി ആൻഡ് ബാങ്കിങ്. മണി ആൻഡ് ബാങ്കിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു ബാങ്ക് അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ബാങ്കിൽ നമ്മൾ പൈസ നിക്ഷേപിക്കുന്നുണ്ട്, ലോൺ എടുക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ എക്കണോമിയെ എങ്ങനെ ബാധിക്കും, അതാണ് സെക്കൻഡ് ചാപ്റ്റർ. തേർഡ് ചാപ്റ്ററിൽ വരുന്ന സെൻട്രൽ ബാങ്ക് ആൻഡ് മോണിറ്ററി പോളിസി. അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI നമ്മളെ എക്കണോമിയെ ഏതൊക്കെ രീതിക്കാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ഇൻഫ്ലുവൻസ് കാരണം എക്കണോമിക്ക് വരുന്ന ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഓക്കെ, ഈ RBI തന്നെ ഗവൺമെൻറ്റിനായിട്ട് ലോൺ കൊടുക്കുന്നുണ്ട്, അല്ലാതെ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോൺ കൊടുക്കൽ, ലോൺ വാങ്ങൽ, ആ തിരിച്ചടയ്ക്കൽ, അതുപോലത്തെ കാര്യങ്ങൾ RBI ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ എക്കണോമി എങ്ങനെ ഡെവലപ്പ് ആവും, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി എങ്ങനെ ഹാമ്പർ ആവും, അത് എന്താണ് ആ ഡിഫറൻസ് വരുന്നത്, അതൊക്കെയാണ് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫോർത്ത് ചാപ്റ്റർ ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്ന മെഷേഴ്സ്, അതായത് ടാക്സേഷൻ ആവാം, അല്ലാതെ പബ്ലിക്കായിട്ടുള്ള സ്പെൻഡിങ് ആവാം. ഇപ്പോൾ റോഡ് പണിയാണ്, റോഡ് പണി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്പെൻഡിങ് ആണല്ലോ. അപ്പോൾ ആ സ്പെൻഡിങ്ങിൽ ഇത്ര പൈസ റോഡിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങൾ ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഇന്ത്യൻ എക്കണോമിയെ ഏതൊക്കെ രീതിക്ക് ഹെൽപ്പ് ചെയ്യാം, ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ഫിസ്ക്കൽ പോളിസിയിൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്, ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ പോളിസീസാണ് ഫിസ്ക്കൽ പോളിസിയിൽ വരുന്നത്. പിന്നെ അഞ്ചാമത്തെ ചാപ്റ്റർ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടേംസിൽ വിലക്കയറ്റമാണ്. അപ്പോൾ ഓരോ സാധനങ്ങൾക്കും നമുക്കറിയാം കഴിഞ്ഞ ഇത്ര വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് കോവിഡ് വന്നു പോയതിന് ശേഷം വില ഇങ്ങനെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ആ വിലക്കയറ്റം കാരണം നമ്മളെ എക്കണോമിയിൽ ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത്, ആരുടെയൊക്കെയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം കൂടുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻഫ്ലേഷനിൽ കവർ ചെയ്യുക. ഓക്കെ, അടുത്ത ചാപ്റ്റർ എക്സ്റ്റേണൽ സെക്ടർ ആൻഡ് കറൻസി എക്സ്ചേഞ്ച്. എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്കണോമി വേൾഡ് മാർക്കറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്. നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്, അവിടുന്ന് പല പ്രോഡക്ട്സ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുക്കണം, പൈസ വാങ്ങണം, അതൊക്കെ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഓക്കെ, അതിനെ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ എക്കണോമിയെ ബാധിക്കുന്നത് എന്നാണ് സിക്സ്ത് ചാപ്റ്റർ. ക്യാപിറ്റൽ മാർക്കറ്റ് നിങ്ങൾക്ക് പലർക്കും അറിയണ്ടാവും. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റാണ്. പലരും ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ സെവൻത് ചാപ്റ്റർ. പിന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, നാഷണൽ ലെവലും ഉണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് ബാങ്ക് ഉണ്ട്, IMF ഉണ്ട്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നമ്മൾ ലോൺ എടുക്കുന്നുണ്ട്, ഈ ലോണുകൾ തിരിച്ചടയ്ക്കുന്നുണ്ട്, ഇതിലൊക്കെ നമുക്ക് ഷെയർസ് ഉണ്ട് ആസ് എ ഇന്ത്യ എന്ന കൺട്രിക്ക്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇൻ്റർനാഷണൽ ലെവലിൽ. ഇന്ത്യൻ ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ SEBI ഉണ്ട്, പിന്നെ അല്ലാതെ RBI മോണിറ്ററി പോളിസി വഴി എക്കണോമി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതല്ലാതെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നമ്മൾ എക്കണോമി കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന, അല്ലെ എക്കണോമിയെ ഹെൽപ്പ് ചെയ്യാൻ. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതായത് ബ്ലാക്ക് മണി ആൻഡ് മണി ലോണ്ടറിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ 8th ചാപ്റ്ററിൽ പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മളെ മേജർ ടോപ്പിക്ക് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അതെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബേസിക്സ് ഓഫ് എക്കണോമി, കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്കാണ് നമ്മൾ ആദ്യം പോവുക. ഫസ്റ്റ് ബേസിക്സ് ഓഫ് എക്കണോമിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് വാട്ട് ഈസ് എൻ എക്കണോമി. അതായത് എല്ലാ വേർഡ്സിനും ഒരു ഡെഫിനിഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എക്കണോമി എന്ന് പറയുന്ന വേർഡിൻ്റെ ഡെഫിനിഷൻ എന്താണ്, വാട്ട് ഡു വി മീൻ ബൈ എക്കണോമി. എക്കണോമി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടേംസിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പറയുമ്പോൾ എനി ഗിവൺ റീജിയൻ, റിയൽ ഓർ വെർച്വൽ. അതായത് ഒരു റീജിയൻ അത് റിയൽ ആവാം, വെർച്വൽ ആവാം. ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ റിയൽ എക്കണോമി, ഒരു ഇന്ത്യൻ എക്കണോമി നമുക്ക് റിയൽ എക്കണോമി എന്ന് പറയാം. വെർച്വൽ എക്കണോമിയിൽ വരുന്നത് ബിറ്റ്കോയിൻ പോലത്തെ ഡിജിറ്റലി കംപ്ലീറ്റ് കൺട്രോളും വരുന്ന വെർച്വൽ വേൾഡിനെയാണ് നമ്മൾ വെർച്വൽ എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ എക്കണോമി റിയൽ എക്കണോമിയാണ്, കാരണം ഫിസിക്കലായിട്ട് നമുക്ക് കാണാം. RBI ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബാങ്കുകളുണ്ട്. അപ്പോൾ അതാണ്. ഓക്കെ, എനി ഗിവൺ റീജിയൻ, റിയൽ ഓർ വെർച്വൽ, വിത്ത് ഡിഫൈൻഡ് സെറ്റ് ഓഫ് റൂൾസ്. അതായത് ഈ എക്കണോമി ഫംഗ്ഷൻ ചെയ്യുന്നതിന് ഒരു റൂൾ ഉണ്ടാവുമല്ലോ,
നമുക്കിപ്പോൾ നിയമങ്ങളുണ്ട്. ഇന്ത്യയിൽ ഇത്ര ശതമാനം ബാങ്കുകൾ ലോൺ കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് മണി അതിന് എഗെയിൻസ്റ്റ് നിയമങ്ങളുണ്ട്. പിന്നെ കറൻസി നമുക്ക് തോന്നിയ പോലെ പ്രിൻ്റ് എടുക്കാൻ പറ്റില്ല. കാരണം RBI തരുന്ന നോട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. കൗണ്ടർ ഫീറ്റ് കറൻസി ഉപയോഗിക്കാൻ പാടില്ല. അതിന് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ വേണം, സെറ്റ് ഓഫ് റൂൾസ് വേണം. അതുപോലെ തന്നെ ഈ നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ഒരു സാധനത്തെ എക്കണോമി എന്ന് വിളിക്കാം. അതായത് വെർച്വൽ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള റീജിയൻ വേണം. ആ റീജിയൻ വർക്ക് ചെയ്യാൻ, എക്കണോമി വർക്ക് ചെയ്യാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ വേണം. ഇത്രയാണ് ഒരു എക്കണോമി ബേസിക്കലി. ഓക്കെ, ഇനി അടുത്തത് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എന്തും ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആവാം. ബേസിക്കലി പറയുമ്പോൾ സംതിങ് ആൻ ആക്ടിവിറ്റി ദാറ്റ് ക്രിയേറ്റ്സ് വാല്യൂ. അതായത് വാല്യൂ ക്രിയേറ്റ് ചെയ്ത് മാത്രമല്ല, വേണം വാല്യൂ ആഡ് ചെയ്യുന്നതും ആവാം. അതിന് പ്രൊഡക്ഷൻ, നമ്മളിപ്പോൾ ഒരു കാർ ഉണ്ടാക്കുകയാണ്. കാർ എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ ആദ്യം സ്റ്റീൽ എടുക്കും, പിന്നെ അതിനകത്തുള്ള ബാക്കി സീറ്റുകൾ, ലെതർ, വയറിങ്, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോഴേക്ക് ഇതിൻ്റെയൊക്കെ റോ മെറ്റീരിയൽസിൻ്റെ വിലയുടെ 2-3 മടങ്ങാവാം കാറിൻ്റെ വില. അപ്പോൾ നമ്മൾ വാല്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ചില മെറ്റീരിയൽസിന് ഗോൾഡിൻ്റെ വാല്യൂ പ്രതിദിനം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ വേരിയേഷനും എല്ലാം, അതായത് പ്രൊഡക്ഷൻ വരും, ഡിസ്ട്രിബ്യൂഷൻ വരും. അതായത് നമ്മളിപ്പോൾ ഹരിയാനയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ആട്ടയുടെ പാക്കറ്റ്, അതായത് നമ്മൾ അവിടെ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ആട്ടയുടെ പാക്കറ്റ് കേരളത്തിൽ എത്തണമെങ്കിൽ ആ സപ്ലൈ ചെയിൻ വർക്ക് ചെയ്യണം. ബൈ റോഡോ ബൈ ട്രെയിനോ അല്ലെങ്കിൽ ബൈ എയറോ വരുമായിരിക്കും. ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലും വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഹരിയാനയിൽ വിൽക്കുന്ന 1 കിലോ ആപ്പിളിൻ്റെ വില ആയിരിക്കില്ല കേരളത്തിൽ 1 കിലോ ആപ്പിളിൻ്റെ വില. അതുപോലെ ഹിമാചൽ പ്രദേശിൽ ഉള്ള ഓറഞ്ചിൻ്റെ വില ആയിരിക്കില്ല കേരളത്തിൽ ഓറഞ്ചിൻ്റെ വില. അപ്പോൾ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, വാല്യൂ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ആണ് ബേസിക്കലി എക്കണോമിക് ആക്ടിവിറ്റി. പിന്നെ എക്സ്ചേഞ്ചും ഇൻക്ലൂഡ് ആണ്. അതായത് നമ്മൾ പൈസ കൊടുത്തൊരു സാധനം വാങ്ങുമ്പോൾ അതും ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ബേസിക്കലി എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിൽ ബ്രോഡ് കാറ്റഗറി വരിക പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് കമോഡിറ്റീസ്. ഓക്കെ, അപ്പോൾ എക്കണോമി എന്താണ്, എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. അടുത്ത ടോപ്പിക് ബേസിക്സിൽ വരുന്നതാണ് പ്രൊഡക്ഷൻ. അതായത് നമ്മളൊരു കമ്പനി, ആ കമ്പനി കാർ ഉണ്ടാക്കിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ കുഴിമന്തി കഴിക്കാൻ പോകുകയാണെന്ന് വെച്ചോ, ആ ഫുഡ് ഉണ്ടാക്കുന്നതും ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷന് എന്തൊക്കെ വേണം, അതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക. അതായത് നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ആദ്യം ഒരു ലാൻഡ് വേണമല്ലോ. ആ ലാൻഡ്, പിന്നെ അതിൽ നമ്മളൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് തേർഡ് പോയിന്റ് ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം, അവിടത്തേക്ക് റോ മെറ്റീരിയൽസ് വാങ്ങണം. ഇപ്പോൾ കുഴിമന്തിയുടെ കടയാണെന്ന് വിചാരിക്കാം, നമ്മൾ അരി വാങ്ങണം, ചിക്കൻ വാങ്ങണം, അതുപോലെ മസാല, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങണം. പിന്നെ ആ ബിൽഡിംഗ് സെറ്റപ്പ് ചെയ്യണം, അതിനകത്ത് ചെയർ വേണം, പിന്നെ എന്താ പറയുക, ഫാന്, ലൈറ്റ്, AC, എല്ലാം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ലേബർ. അവിടെ വർക്ക് ചെയ്യാൻ നമുക്ക് ആളുകൾ വേണ്ടേ? അവിടെ ഒരു കുക്ക് ഉണ്ടാവും, സെർവ് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും. അപ്പോൾ പാർക്കിങ്ങിൽ സെക്യൂരിറ്റി പോലും ലേബറിൽ വരുന്നതാണ്. ഓക്കെ, നാലാമത്തെ ആളാണ് ഓൺട്രപ്രനർ, അതായത് ഓണർ. ഇതിൽ കാശ് മുടക്കാൻ ഒരാൾ വേണ്ടേ? ഈ ലേബർമാർ മാത്രം വിചാരിച്ചതുകൊണ്ട് ചിലപ്പോൾ ആ പ്രൊഡക്ഷൻ ഹബ്ബ് വർക്ക് ചെയ്യണമെന്നില്ല, ആ ഒരു കട വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അതാണ് ഓൺട്രപ്രനറിൻ്റെ റോള്, അയാളാണ് ഇതിൻ്റെ ഓണർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബേസിക്കലി. ഇതിൻ്റെ അണ്ടറിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും, നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും വരിക. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രനർ. ഇവർക്ക് കൊടുക്കുന്ന റിട്ടേൺ, അതാണ് നമ്മൾ ഫാക്ടർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ എക്കണോമിക് ടേംസ് ആണ്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി പല ചാപ്റ്റേഴ്സ് എടുക്കുമ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടർ പേയ്മെൻ്റ് എന്നേ കാണുള്ളൂ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രനർ എന്ന് കാണില്ല. ഓക്കെ, അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ ആണ് ഫാക്ടർ പേയ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുഴിമന്തി ഒരു കട തുടങ്ങുകയാണ്. ആ കടയ്ക്ക് നമ്മളൊരു സ്ഥലം, പൊതുവേ എല്ലാവരും വാടകയ്ക്ക് എടുക്കാറാണ് ചെയ്യുക. അതിന് നമ്മൾ വാടക കൊടുക്കണമല്ലോ, അതാണ് റെൻറ്റ്. അതായത് ലാൻഡിൻ്റെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന് നമ്മൾ കൊടുക്കുന്ന ഫാക്ടർ പേയ്മെൻ്റ് ആണ് റെൻറ്റ്. ഓക്കെ, രണ്ടാമത്തെ സാധനം ലേബർ. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ശമ്പളം കൊടുക്കും അല്ലേ, അതാണ് വെയ്ജ് എന്ന രീതിക്ക് വരുന്നത്. മൂന്നാമത്തെ സാധനം ക്യാപിറ്റൽ. ഇത് നമ്മൾ പൊതുവേ ഒരു ഓൺട്രപ്രനർ, അതായത് ഓണർ, ക്യാപിറ്റൽ ഇത്ര ലക്ഷം രൂപ മുടക്കിയിട്ടാണല്ലോ നമ്മളൊരു കട തുടങ്ങുക. അപ്പോൾ അതിന് വേണ്ടി ഓബ്വിയസ്ലി ലോൺ എടുക്കുകയാണ് പൊതുവെ എല്ലാവരും ചെയ്യുക. അപ്പോൾ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റും കൂടെ ഉണ്ട്. നമ്മൾ ആ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമല്ലല്ലോ, ലോണിന് ഇൻട്രസ്റ്റ് അടക്കം തിരിച്ചടയ്ക്കണം. അതാണ് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഓണർക്ക് അതിന് പ്രോഫിറ്റ് എടുക്കാമല്ലോ, പുള്ളി ഒരു കട തുടങ്ങുന്നതിന് അതിന് വേണ്ടിയിട്ടല്ലേ.
അപ്പോൾ അതാണ് ഓൺട്രപ്രണർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു, ഒരു കാർ ഉണ്ടാക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൽ എന്താണെങ്കിലും കോമൺ ആയിട്ട് ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ഈ 4 പേയ്മെൻറ്റ് മെത്തേഡ്സ് നമ്മൾ കൊടുക്കണം. ശരി, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ടോപ്പിക്കാണ് സർക്കുലർ ഫ്ലോ ഇൻ ദി എക്കണോമി. ഓക്കെ, ഒരു എക്കണോമിയിൽ നമുക്കറിയാം ഗവൺമെൻറ് ഉണ്ട്, ബാങ്കുകളുണ്ട്, ആളുകളുണ്ട്, ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ ഇവരിലൊക്കെ അങ്ങനെ പൈസയും അതായത് സാധനങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി, അല്ലേ? അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബേസിക് ആയിട്ട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എടുക്കുകയാണ്. ഒരു എക്കണോമി, അതായത് ഒരു കൺട്രി ആണെന്ന് വിചാരിക്കുക. ആ കൺട്രിയിലെ ബിസിനസ് ഫേംസും ഹൗസ് ഹോൾഡ്സും മാത്രമേ ഉള്ളൂ. ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ സാധാരണക്കാർ, ബിസിനസ് ഫേം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു ഇൻഡസ്ട്രി, അവരെന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ ഹൗസ് ഹോൾഡിലുള്ള അതായത് സാധാരണക്കാർ ആളുകളിലാണ് അവിടെ പോയി ജോലി ചെയ്യുക. അവരുടെ ലാൻഡ് ആയിരിക്കും ചിലപ്പോൾ ഇൻഡസ്ട്രി വാടകയ്ക്ക് എടുക്കുക. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യും. അതാണ് ഇവിടെ ആദ്യത്തെ ഈ ഇതിൽ എഴുതി വച്ചേക്കുന്നത് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രനർ അവിടേക്ക് ഹൗസ് ഹോൾഡിൽ നിന്ന് ബിസിനസ് ഫേംസിലേക്ക് പോവുകയാണ്. അവർക്ക് ഇൻ റിട്ടേൺ ആയിട്ട് ബിസിനസ് ഫേംസ് എന്ന് ഹൗസ് ഹോൾഡിലേക്ക് വേജ്, റെൻറ്റ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, അല്ലേ, നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ഫാക്ടർ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഹൗസ് ഹോൾഡിന് ഇവരുണ്ടാക്കുന്ന ഗുഡ്സ് അല്ലേ ഹൗസ് ഹോൾഡ് വാങ്ങുക. ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന ഗുഡ്സ്, അത് ഫുഡ് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇൻഡസ്ട്രി ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുമ്പോൾ അത് ഈ ഹൗസ് ഹോൾഡ് വാങ്ങുമല്ലോ. അത് വാങ്ങുന്നതിനാണ് നമ്മൾ ഈ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ഓക്കെ, അതായത് കൺസംഷൻ ഒന്നുമില്ല, നമ്മൾ ആ സാധനം ഉപയോഗിക്കുകയാണ്, അതിനാണ് കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൺസംഷന് വേണ്ടി ഹൗസ് ഹോൾഡ് ചിലവാക്കുന്ന എമൗണ്ടാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അതിന് പകരമായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങോട്ട് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വരും. ഇപ്പോൾ ഈ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ്. കാർ ആവാം, ഫുഡ് ആവാം, എന്തോ ആവാം. സർവീസിൽ മസാജ് പോലും ഒരു സർവീസാണ്. നമുക്ക് ഇൻഡസ്ട്രീസ്, IT ഫേംസ് IT സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതൊരു സർവീസാണ്. നമ്മുടെ മൊബൈലിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഒരു സർവീസാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിയിൽ. അവിടെ ബിസിനസ് ഫേംസിൽ പ്രൊഡക്ഷൻ നടക്കും. പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഹൗസ് ഹോൾഡിൽ നിന്നുള്ള ആളുകൾ വേണം. അവർക്ക് പകരമായിട്ട് വേജ്, റെൻറ്റ് എന്നീ സാധനങ്ങൾ ഇൻഡസ്ട്രി അങ്ങോട്ട് കൊടുക്കും. ആ കാശ് ഉപയോഗിച്ച് ഇവർ സാധനങ്ങൾ വാങ്ങും. ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ സാധനങ്ങൾ അവർ കൺസ്യൂമും ചെയ്യും. ഇതാണ് ഒരു ബേസിക് സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമി. ഓക്കെ, ഇനി നമ്മൾ നാഷണൽ ഇൻകത്തിൻ്റെ മെത്തേഡ്സ് പഠിക്കുമ്പോൾ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്തെ ഗവൺമെൻറ്, ഇപ്പോൾ ബാങ്കിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ്സ് എന്നീ കാര്യങ്ങളും കൂടെ കടന്നു വരും. അത് നമുക്ക് അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ സിംപ്ലി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഒരു ബേസിക് എക്കണോമിയുടെ ഒരു സർക്കുലർ ഫ്ലോ. എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രൊഡക്ഷൻ നടക്കും. പ്രൊഡക്ഷൻ നടക്കുന്നത് ഫുള്ള് ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്യും. അതിന് പകരമായിട്ട് പൈസ കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് ഡിമാൻഡ് കർവ്. ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഒരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ട്. നമ്മൾ പറയാറില്ലേ അതിന് ഭയങ്കര ഡിമാൻഡാണ്, അപ്പോൾ അതുകൊണ്ട് സാധനം കിട്ടാനില്ല. ഒരു ടീഷർട്ട് ആയിക്കോട്ടെ, അല്ലേ? അപ്പോൾ ഒരു ഡിമാൻഡ്, ഒരു സാധനത്തിന് ഡിമാൻഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്, ഓക്കെ, അത് നമ്മൾ പറയുന്നത് എന്താണ്? അതായത് നമ്മളിപ്പോൾ ഈ കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. അതായത് പ്രൈസ് ഇല്ലേ, ഈ പ്രൈസ്, അതൊരു സാധനത്തിൻ്റെ വില. ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ നമ്മൾ ആ സാധനം വാങ്ങുന്ന ക്വാണ്ടിറ്റി എങ്ങനെ മാറുന്നു, അതിനനുസരിച്ചാണ് ഈ കർവ് വരുന്നത്. ഓക്കെ, ഈ P1 എടുക്കുക, ഫസ്റ്റ് പോയിന്റ് P1. ഈ P1 പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, P2 പ്രൈസ് 50 രൂപ. ഓക്കെ, അതായത് P1 100 രൂപ വിലയുണ്ടായിരുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി D1, ഓക്കെ, ഈ ക്വാണ്ടിറ്റി ഒരു 10 ക്വാണ്ടിറ്റിയാണ് 100 രൂപ വില ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിയത്. അപ്പോൾ ഈ സാധനത്തിന് 50 രൂപയായിട്ട് വില കുറയുമ്പോൾ നമ്മൾ 20 എണ്ണം വാങ്ങും, അല്ലേ? നമ്മളല്ലെങ്കിൽ വേറെ എന്താ ചെയ്യുക, വില കുറഞ്ഞ വേറൊരു പ്രൊഡക്റ്റ് വാങ്ങാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിമാൻഡ് കർവ് ഇങ്ങനെ പോകുന്നത്. അതിനാണ് ലോ ഓഫ് ഡിമാൻഡ്. നമ്മൾ ഈ കർവിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ലോ ആണ് ലോ ഓഫ് ഡിമാൻഡ്. അത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ പ്രൈസ്. അതായത് പ്രൈസ് കൂടുന്തോറും നമ്മളൊരു സാധനം വാങ്ങുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. ഓക്കെ, ശരി. അടുത്തതാണ് സപ്ലൈ കർവ്. സപ്ലൈ കർവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ P1 100 ആണെന്ന് വിചാരിക്കുക, P2 50 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 50 രൂപ
ഒരു സാധനത്തിന് വില ഉണ്ടായിരുന്നപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി, ഇത് പ്രൊഡ്യൂസ് ചെയ്ത ക്വാണ്ടിറ്റി 20 എണ്ണം ആണെന്ന് വിചാരിക്കും. ഓക്കെ, 20 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രി, 50 രൂപയാണ് അതിന് വില. പെട്ടെന്ന് ഡിമാൻഡ് കൂടിയത് കൊണ്ടാവാം സാധനത്തിന് വില കൂടുകയാണ്. ഓക്കെ, 100 രൂപ വില വരികയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്. ഈ ഒരു പ്രൊഡക്റ്റ് എന്താ പറയുക, ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റാണെന്ന് വിചാരിക്കുക, നമ്മൾ ഒറിയോ പോലെ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഫാൻറ്റസി പോലെ. പെട്ടെന്ന് ബിസ്ക്കറ്റിന് 100 രൂപ വിലയായി. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹബ്ബ് നടത്തുന്ന ഒരു ഓണറാണ് ഞാൻ എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എന്താ നല്ലത്, ഞാൻ കൂടുതൽ സാധനം സപ്ലൈ ചെയ്താൽ എനിക്ക് കൂടുതൽ വരുമാനം വരികയല്ലേ. കാരണം ആളുകൾ 100 രൂപയ്ക്ക് ഇത് വാങ്ങും, 50 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സാധനം. അപ്പോൾ ഞാൻ 20 എണ്ണം വെക്കുന്നതിന് പകരം ഞാൻ 40 എണ്ണം വിൽക്കാൻ നോക്കും അല്ലേ. അപ്പോൾ സപ്ലൈ കൂടും. ശരി, അതുകൊണ്ടാണ് ഈ കർവിൻ്റെ ഷേപ്പ് കണ്ടില്ലേ. ഓക്കെ, ഈ കർവിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് സപ്ലൈ ലോ ഓഫ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. അത് ജസ്റ്റ് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ക്വാണ്ടിറ്റി സപ്ലൈഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പ്രൈസ്. സാധനത്തിന് വില കൂടുന്തോറും സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി കൂടും. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഡിമാൻഡ് സപ്ലൈ ഒരു ഇക്വിലിബ്രിയം വേണം അല്ലേ. സാധനങ്ങൾക്ക് ഒരുപാട് വില കൂടിയെന്ന് വെച്ചിട്ട് ഞാൻ ഒരുപാട് പ്രൊഡക്ഷൻ നടത്തി, ആളുകൾ വാങ്ങിയില്ലെങ്കിൽ അതിൽ അർത്ഥമുണ്ടോ അല്ലേ. 50 രൂപയുടെ സാധനം പെട്ടെന്ന് 100 രൂപയ്ക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സാധനം ആരും വാങ്ങില്ല. ഞാൻ 20 പകരം 40 പ്രൊഡ്യൂസ് ചെയ്താലും ശരി, ഞാൻ 60 പ്രൊഡ്യൂസ് ചെയ്താലും ശരി, അവർ സാധനം വാങ്ങില്ല. അതുപോലെ തന്നെ സാധനത്തിന് ഭയങ്കര ഡിമാൻഡാണെന്ന് വെച്ചോ, വില ഭയങ്കര കുറഞ്ഞ് ഭയങ്കര ഡിമാൻഡായി, അപ്പോൾ ആളുകൾക്ക് സാധനം കിട്ടാതാവും അല്ലേ. അപ്പോൾ എക്കണോമി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്രൈസിങ്ങും വേണം, പ്രോപ്പറായിട്ടുള്ള സപ്ലൈ എമൗണ്ടും വേണം. അതിനാണ് നമ്മൾ ഡിമാൻഡ് സപ്ലൈ കർവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ വരച്ച ഡിമാൻഡ് കർവാണ് ഈ കാണുന്നത്. ഓക്കെ, പിന്നെ നേരത്തെ സപ്ലൈ കർവ്. അപ്പോൾ ഈ രണ്ട് കർവും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഇത്രയാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈസ് ഇത്രയാണ്. ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും. ശരി, ഈ ഇക്വിലിബ്രിയം കണ്ടീഷനെയാണ് നമ്മൾ സിറ്റുവേഷൻ അറ്റ് വിച്ച് ക്വാണ്ടിറ്റി ദ പ്രൊഡ്യൂസർ ഇസ് വില്ലിംഗ് ടു സെൽ അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് ഈസ് മാച്ചിങ് വിത്ത് ദ ക്വാണ്ടിറ്റി എ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു ബൈ അറ്റ് ദ സെയിം പ്രൈസ്. അതായത് പ്രൊഡക്ഷൻ നടത്തി അയാൾ വിൽക്കുന്ന പൈസയും ഞാൻ ചിലവാക്കി അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പൈസയും മാച്ച് ചെയ്യുന്ന പോയിന്റ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റി നടക്കുക. ആളുകൾ സന്തോഷത്തോടെ സാധനങ്ങൾ വാങ്ങുകയും ചെയ്യും, സപ്ലയർ സന്തോഷത്തോടെ സാധനങ്ങൾ വിൽക്കുകയും ചെയ്യും. രണ്ടുപേർക്കും വലിയ നഷ്ടമില്ല, ഭീമമായ ലാഭമില്ല. ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റിനാണ് നമ്മൾ ഇന്ത്യൻ എക്കണോമി അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം പല സാധനത്തിനും ഭയങ്കര വിലയാണ്. ഓക്കെ, അപ്പോൾ ആ വില കുറച്ച് കൊണ്ടുവരാനും ചില സാധനങ്ങൾ കിട്ടാനേ ഇല്ല, ചില മരുന്നുകളായിക്കോട്ടെ, അതുപോലെ എന്താ പറയുക ഇൻസുലിനൊക്കെ ഭയങ്കര വില വരുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഇൻ്റർവ്യൂ അത് കൺട്രോൾ ചെയ്ത് വില കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. സാധനങ്ങൾ ആളുകളിൽ എത്തണം, എത്തിയിട്ടില്ലെങ്കിൽ ഇതിനൊന്നും അർത്ഥമില്ലാതാവും. അപ്പോൾ ഈ ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് എത്താനാണ് എപ്പോഴും ഒരു എക്കണോമി ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡിമാൻഡ് സപ്ലൈ കർവ് വരയ്ക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ബേസിക് ഐഡിയ മാത്രം മതി, നിങ്ങൾ കർവ് വരയ്ക്കേണ്ടി വരില്ല. ഈ കർവ് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ കർവിൽ ഈ ഒരു പോയിന്റിലെ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഈ കർവിൽ ഡിനോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഈ പോയിന്റ് ഇക്വിലിബ്രിയം പോയിന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇക്വിലിബ്രിയം പ്രൈസ് ഇത്രയാണ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇത്രയാണ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് ചിലപ്പോൾ ഒരു 70 രൂപയാവാം. അതുപോലെ 70 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നേരത്തെ 50 പ്രൊഡ്യൂസ് ചെയ്ത് പെട്ടെന്ന് 100 ആക്കിയിട്ട് 20 പ്രൊഡ്യൂസ് ചെയ്ത് പെട്ടെന്ന് 40 ആക്കിയിട്ട് കാര്യമില്ലല്ലോ. ഒരു 30 ആയിരിക്കും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അപ്പോൾ ഈ 30 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ 70 രൂപയ്ക്ക് ആളുകൾ സന്തോഷത്തോടെ വാങ്ങുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഈ ഇക്വിലിബ്രിയം പോയിന്റും ഡിമാൻഡ് കർവും ഈ ഡിമാൻഡ് സപ്ലൈ കർവിനും ഒരു എക്സെപ്ഷൻ ഉണ്ടാവുമല്ലോ. അതായത് ചില സാധനങ്ങൾ വില കൂടി എന്ന് വെച്ചിട്ട് നമ്മളത് വാങ്ങാതിരിക്കില്ല, കാരണം നമുക്കത് വളരെ അത്യാവശ്യമാണ്. എക്സാമ്പിളാണ് റൈസ്, ബ്രെഡ്, വീറ്റ് ആവാം, പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇൻസുലിൻ, അതുപോലെ ക്യാൻസറിൻ്റെയൊക്കെ മരുന്നുകൾ, അതിന് വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് വാങ്ങിയേ പറ്റൂ. ഓക്കെ, അങ്ങനത്തെ ഗുഡ്സിന് പറയുന്ന പേരാണ് ഗിഫ് ആൻഡ് ഗുഡ്സ്. അതായത് ഡിമാൻഡ് സപ്ലൈ കർവിനെ എക്സെപ്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സാധനം. ഇതിൻ്റെ പ്രൈസ് കൂടിയെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഡിമാൻഡ് കുറയില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മൾ അരി വാങ്ങും, അരി നമുക്ക് ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അരി 20 രൂപയുള്ള അരി 30 രൂപയായാലും
നമ്മൾ 10 കിലോ തന്നെ വാങ്ങും, കാരണം നമുക്ക് കഴിക്കാൻ 10 കിലോ വേണം. മനസ്സിലായില്ലേ? അത് നേരത്തെ ഞാൻ പറഞ്ഞ ക്യാൻസറിൻ്റെ മരുന്നിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. 2000 രൂപയുള്ള മരുന്നിന് പെട്ടെന്ന് ഒരു ദിവസം 3000 രൂപയായി എന്ന് വിചാരിച്ചോ, എന്ന് വെച്ചാൽ നമുക്ക് രോഗിയോട് വെയിറ്റ് ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പം എന്ത് ചെയ്യും? നമ്മൾ 3000 രൂപ ചിലവാക്കും, വേറെ വഴിയില്ല. ഓക്കെ, അതാണ് ഗിഫ് ആൻഡ് ഗുഡ്സ്, ഈ ഡിമാൻഡ് സപ്ലൈ കർവിൻ്റെ എക്സെപ്ഷൻ. ഇതിന് തന്നെ വേറൊരു എക്സെപ്ഷൻ കൂടെ ഉണ്ട്, ലക്ഷറി ഐറ്റംസ്, വാബ്ലൻ ഗുഡ്സ്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരുപാട് പൈസയുള്ള ആളുകൾ സാധനങ്ങൾക്ക് വില കൂടുന്തോറും ആ സാധനം വാങ്ങാനാണ് നോക്കുക. ഇപ്പോൾ വീട്ടിൽ മെഴ്സഡീസ് ബെൻസ് ഉള്ള ഒരാൾ, അയാളുടെ സ്വപ്നം എന്തായിരിക്കും? ഫെറാറി വാങ്ങണം. ഫെറാറി ഇന്ന മോഡലുള്ള ഒരാൾക്ക് ചിലപ്പോൾ അതിനേക്കാൾ മുകളിലുള്ളൊരു മോഡൽ വാങ്ങണം എന്നായിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ റോളക്സിൻ്റെ വാച്ച്. പിന്നെ അതൊന്നും വേണ്ട, ബേസിക് സാധനമാണ്. ഇപ്പോൾ ഡിസൈനർ ജ്വല്ലറി, ഡിസൈനർ ക്ലോത്തിങ്സ്. ഇപ്പോൾ ഐശ്വര്യ റായ് അതുപോലത്തെ സെലിബ്രിറ്റീസൊക്കെ ചില ഇവൻറ്റ്സിന് പോകുന്നത് പലരുടെയും ഡിസൈനർ ക്ലോത്തിങ് ഇട്ടിട്ടാണ്. നമ്മൾ സാധാരണ ഒരു ഡ്രസ്സ് 100 രൂപയ്ക്കോ അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് വാങ്ങിയിട്ടെന്ന് വെച്ചോ, നമ്മളെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിവർ 1.5 കോടി കൊടുത്തൊരു ഡ്രസ്സ് വാങ്ങിയാലും ഉദ്ദേശം നടക്കും അല്ലേ? പക്ഷേ ഡിസൈനർ ക്ലോത്തിങ്ങിന് വില കൂടുന്തോറും ആളുകൾ അത് വാങ്ങാനുള്ള ടെൻഡൻസി കൂടുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും കണ്ടീഷൻ അല്ല ഞാൻ പറയുന്നത്, നല്ല രീതിക്ക് പൈസയുള്ള ആളുകൾ പ്രിഫർ ചെയ്യും. അതിന് പറയുന്ന പേരാണ് വാബ്ലൻ ഗുഡ്സ്. ഓക്കെ, എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ ഡിസൈനർ ജ്വല്ലറി, ക്ലോത്തിങ്, റോളക്സിൻ്റെ വാച്ച്, ഫെറാറിയുടെ കാറ്. ഓക്കെ, ശരി. അപ്പോൾ ഈ 2 എക്സെപ്ഷൻസ് ഈ ഡിമാൻഡ് സപ്ലൈ കർവിന് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ലോ ഓഫ് ഡിമാൻഡും ലോ ഓഫ് സപ്ലൈയും എപ്പോഴും കൺസിസ്റ്റൻ്റ് അല്ല, ചില സ്ഥലത്ത് വേരിയേഷൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മളെ എക്കണോമിയുടെ ബേസിക്സ് എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ബേസിക്സ് ഇത്ര കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിൽ വെക്കുക, റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക്, നമ്മൾ പ്രോപ്പർ ടോപ്പിക്കിലേക്ക്, ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇൻകം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? വരുമാനം. അതായത് ഞാൻ ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു വരുമാനം ഉണ്ടാവും. എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ശമ്പളം കിട്ടുന്നുണ്ട് എല്ലാ മാസവും. പോരാത്തതിന് എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ ഞാനൊരു 200 വാഴയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊല വെട്ടി വിറ്റ് കഴിഞ്ഞാലും എനിക്ക് വരുമാനമാണ്. ഓക്കെ, അപ്പോൾ ആ കിട്ടുന്ന എമൗണ്ടും, ഇപ്പം ഞാൻ വാഴയുടെ കൊല വിറ്റിട്ട് കിട്ടുന്ന എമൗണ്ടും, അതുപോലെ തന്നെ ഞാൻ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഇൻകം അല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് കയറുമ്പോൾ എപ്പോഴും നമ്മൾ ചോദിക്കില്ല പാക്കേജ് എത്രയാണ് സാലറി. അപ്പോൾ നമ്മൾ എന്താ പറയുക? 7 LPA അല്ലെങ്കിൽ 10 LPA, അതായത് 10 lakh per annum, അങ്ങനെയാണ് പറയുക. അതായത് ഒരു വർഷം നമുക്ക് എത്ര വരുമാനം കിട്ടും, അങ്ങനെയാണ് നമ്മൾ പൊതുവെ പറയാറ്. അപ്പോൾ 10 ലക്ഷം രൂപ എനിക്കൊരു വർഷത്തിൽ കിട്ടും, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഇത് ഡിഫൈൻ ചെയ്യുക, ഇൻകം. അതുപോലെ തന്നെ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലൊരു കൺട്രി, നമ്മൾ ഇന്ത്യ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ഇന്ത്യ എന്ന കൺട്രിക്ക് ഒരു വർഷത്തിൽ എത്ര രൂപ വരുമാനമുണ്ട്? ഓക്കെ, അതായത് എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, ഒരുപാട് സർവീസസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഇന്ത്യ എന്ന കൺട്രിയിലെ ആളുകൾക്ക് എത്ര വരുമാനം കിട്ടും എന്നതാണ് നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നാഷണൽ ഇൻകമായിട്ട് നമ്മൾ ബേസിക്കലി എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നൊരു ടേമാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലേ? അപ്പോൾ ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ വേർഡ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ഓർ സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എൻ എക്കണോമി ഇൻ എ ഗിവൺ ഇയർ. ഓക്കെ, ഇതിൽ ചില ടേംസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫൈനൽ ഗുഡ്സ് മാത്രമാണ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് ഉള്ളിൽ പ്രൊഡക്ഷൻ നടക്കണം, ഒരു വർഷത്തിനുള്ളിൽ നടന്നതായിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ GDP എന്ന് പറയുന്ന സാധനം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക. ഓക്കെ, ടോട്ടൽ വാല്യൂ, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് കാറുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവാം, അതുപോലെ തന്നെ വേറെ പല കൺട്രീസിലും പല കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവാം, അതൊക്കെ അവരുടെ GDPയിലാണ്. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുന്നത് വെയർ പ്രൊഡ്യൂസ്ഡ് എന്നാണ്. ഓക്കെ, നോക്കാം. വെയർ പ്രൊഡ്യൂസ്ഡ്, എവിടെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, ആര് പ്രൊഡക്ഷൻ നടത്തുന്നു എന്നുള്ളതൊരു ബാധകമേ അല്ല. ചിലപ്പോൾ ഇന്ത്യയിൽ പുറത്തുനിന്നുള്ളൊരു കമ്പനി വന്ന് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടാവാം. ഇപ്പോൾ ടൊയോട്ട ഇന്ത്യയിൽ കാറുകൾ വിൽക്കുന്നില്ലേ, അപ്പോൾ അവർ പ്രൊഡക്ഷൻ നടത്തുന്നതും ഇന്ത്യയുടെ GDPയിൽ ആഡ് ചെയ്യപ്പെടും. എവിടെയാണ്? ആ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന പ്രൊഡക്ഷൻ മാത്രമാണ് GDPയിൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, അത് ഞാൻ എഴുതാം, മെയിൻ പോയിൻറ്റ്സ് എഴുതാം. നമ്മളിവിടെ കൺസിഡർ ചെയ്യുക ഫൈനൽ ഗുഡ്സ് മാത്രമാണ്. അതുപോലെ തന്നെ 1
ഇയർ ആണ് റഫറൻസ് പീരീഡ്, ഒരു വർഷം. പൊതുവേ ആ ഒരു വർഷം നമ്മൾ എടുക്കാറ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയാറില്ലേ. സാലറി ക്രെഡിറ്റ് ആവാനൊക്കെ ആ ടൈമിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ബാങ്കുകളുടെ ട്രാൻസാക്ഷൻസ് സ്ലോ ഡൗൺ ആവും മാർച്ച് ലാസ്റ്റിലേക്കൊക്കെ ആകുമ്പോൾ, നിങ്ങൾക്ക് അറിയണ്ടാവും. ഓക്കെ, ആ 1 ഇയർ ടൈമിൽ ഫൈനൽ ഗുഡ്സ്, പിന്നെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ ഡൊമസ്റ്റിക് ടെറിട്ടറി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഫൈനൽ ഗുഡ്സ് നമ്മൾ പറയാൻ കാരണം കൺസ്യൂമബിൾ ഗുഡ്സ് നമ്മൾ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യില്ല. ഇപ്പോൾ നമ്മളൊരു ബ്രെഡ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വീറ്റ് വേണം, പിന്നെ സാൾട്ട് വേണം, ഈസ്റ്റ് വേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുക. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ വാല്യൂവും നമ്മൾ ബ്രെഡിൻ്റെ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഡബിൾ കൗണ്ടഡ് ആവും. അതിന് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, അതായത് ഒരു ഗുഡ്സ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ വില നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഒരു കാർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും, കാറാണ് ഫൈനൽ പ്രൊഡക്റ്റ്, അതായത് കൺസ്യൂമർ എടുക്കുന്ന ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്റ്റീൽ ഉണ്ടാവാം, നേരത്തെ പറഞ്ഞ പോലെ ലെതർ സീറ്റിംഗ് ഉണ്ടാവാം, വയറിംഗ് ഉണ്ടാവും, പ്ലാസ്റ്റിക് ഉണ്ടാവും, പെയിൻറ്റ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇൻഡിവിജ്വൽ വില നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഫൈനൽ ഗുഡ്സ് ആയ കാറിൻ്റെ വില മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് GDP. ശരി, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 1 ഇയർ റെഫറൻസ് പീരീഡ് നമ്മൾ പറഞ്ഞു. ഇന്ന് ഡേറ്റ് മുതൽ, അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഓക്കെ, അടുത്തത് ശരി. ഇനി ഡൊമസ്റ്റിക് ടെറിട്ടറി ഞാൻ പറഞ്ഞില്ലേ, ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറഞ്ഞ കാര്യം അതെന്താണ്? ഈ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ വരുന്നത് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഒന്ന്, ലാൻഡ് ബൗണ്ടറി ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ബൗണ്ടറീസ് അറിയാലോ, ഇന്ത്യക്ക് ചുറ്റുമുള്ള നെയ്ബറിങ് കൺട്രീസിൻ്റെ ബോർഡർ, ആ ബോർഡറിനുള്ളിൽ നടക്കുന്ന എല്ലാ എക്കണോമിക് ആക്ടിവിറ്റിയും ഇന്ത്യൻ GDPയിൽ ഇൻക്ലൂഡഡ് ആവും. രണ്ടാമത് വരുന്നത് ഇന്ത്യൻ എംബസീസ് ഇല്ലേ, അതായത് ബാക്കിയുള്ള കൺട്രിയിൽ ഇന്ത്യക്ക് എംബസികളുണ്ട് അല്ലേ, US-ലുണ്ട്, UK-ലുണ്ട്, സ്പെയിനിലുണ്ടാവാം. അങ്ങനെ ഉള്ള എല്ലാ ഇന്ത്യൻ എംബസീസും ഇന്ത്യൻ ടെറിട്ടറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ലേറ്റസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാലോ, ഇസ്രായേൽ ഇറാൻ്റെ ഒരു എംബസി തകർത്തിട്ടുണ്ട്, ലെബണനിലുള്ളത്. അപ്പം അതിനെതിരെ ലെബണൻ നേരിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഇറാൻ എംബസി എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയാണ്. ഓക്കെ, അപ്പോൾ അത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് ലെബണൻ ഡയറക്റ്റ്ലി അതിൽ ഇൻവോൾവ് ആവാത്തത്. ഓക്കെ, ശരി. മൂന്നാമത്തെ കാര്യം, 3, ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. അതായത് ഇന്ത്യൻ ടെറിട്ടറിയിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ കടലിലേക്ക്. ഓക്കെ, അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കുന്നത്. 200 നോട്ടിക്കൽ മൈൽ, അതായത് ഇന്ത്യയുടെ ഷോറില്ലേ, നമ്മുടെ ബീച്ച്, അതിലൊരു ബേസ് ലൈൻ വരയ്ക്കും. ഓക്കെ, ആ ബേസ് ലൈൻ മുതൽ 200 നോട്ടിക്കൽ മൈൽ വരെ കടലിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണാണ്. അപ്പോൾ അതിനുള്ളിലുള്ള സാധനങ്ങൾ, അത് ഫിഷറി സ്റ്റോക്ക് ആവാം, ചിലപ്പോൾ സീ ബെഡിൽ പല പോളിമെറ്റാലിക് ന്യൂഡ്യൂൾസ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് മിനറൽസ് ഉണ്ടാവാം. ഓക്കെ, ഈ മിനറൽസ് ഫുൾ ആക്സസ് ഇന്ത്യക്കാണ്. ഇതൊക്കെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ വരുന്ന കാര്യങ്ങളാണ്. ശരി, നാലാമത് ഇതിനകത്ത് വരുന്നത് ഇന്ത്യൻ ഇന്ത്യൻ റെസിഡൻസ്, ഇന്ത്യയിലെ ആളുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എയ്റോപ്ലെയിൻ, അതുപോലെ തന്നെ ഷിപ്പിംഗ് വെസൽസ് ആവാം, പിന്നെ ഓയിൽ റിഗ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഓയിൽ റിഗ്, ഇന്ത്യയിൽ ഇപ്പോൾ നമ്മളെ മുകേഷ് അംബാനിയുടെ ഒരു ഓയിൽ റിഗ് ഇന്ത്യയുടെ ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് പുറത്തുണ്ടെന്ന് തന്നെ വിചാരിക്കുക. 200 നോട്ടിക്കൽ മൈലിൻ്റെയും പുറത്താണ് ആ ഓയിൽ റിഗ് ഉള്ളത്. അത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയാണ്. അതുപോലെ എയർ ഇന്ത്യ ഫ്ലൈ ചെയ്ത് US-ൽ പോയി കഴിഞ്ഞാൽ ആ എയർ ഇന്ത്യ വിമാനം ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയാണ്. ഓക്കെ, അത് ഇവിടുന്ന് പോയി എന്ന് വെച്ചിട്ട് അത് വേറൊരു കൺട്രിക്ക് അത് അറ്റാക്ക് ചെയ്യാനോ അത് പിടിച്ചു വെക്കാനുള്ള അവകാശമില്ല. അത് ഇന്ത്യയുടെ സ്വത്താണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നത്. ശരി, ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് GDP എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ വരുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യം, എന്തിനാണ് നമ്മൾ GDP കണ്ടുപിടിക്കുന്നത്? ഈ നാഷണൽ ഇൻകം
അക്കൗണ്ട് ചെയ്യുന്നതിന് ഒരു റീസൺ വേണമല്ലോ. എന്താണ് ആ റീസൺ? ഓക്കെ, ഫസ്റ്റ് തിങ് ഇൻ്റർനാഷണൽ കമ്പാരിസൺ. ഓക്കെ, ഇതിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇന്ത്യയുടെ ടാർഗറ്റ്, ഇന്ത്യൻ എക്കണോമിയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ $5 ട്രില്യൺ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ അറ്റ് ദ മോമെൻറ്റ് $3 ട്രില്യൺ എക്കണോമിയാണ്. ഇന്ത്യയുടെ ടാർഗറ്റ് $5 ട്രില്യൺ എക്കണോമി ആവണം. $5 ട്രില്യൺ ഇൻ GDP. ഓക്കെ, ഇതാണ് ഇന്ത്യയുടെ ടാർഗറ്റ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ചൈന, US എന്നീ എക്കണോമീസൊക്കെ നമ്മളെക്കാൾ മുകളിൽ നിൽക്കുന്ന എക്കണോമിയാണ്, കുറച്ചുകൂടെ പ്രോസ്പെറസ് ആണ് എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പേപ്പറിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കമ്പാരിസൺ നടക്കണമെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻകം എത്രയാണെന്ന് അറിയണ്ടേ? ഇപ്പോൾ US $10 ട്രില്യൺ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമ്മൾ $3 ട്രില്യൺ ഉണ്ടാക്കുന്നത് കുറവാണെന്ന് അറിയുള്ളൂ. ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ $3 ട്രില്യൺ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ വലുതാന്ന് നമ്മൾ സ്വയം വിശ്വസിക്കും. അല്ലാതെ അതിനൊരു എന്താ പറയുക, ആക്യുറസി ഇല്ലല്ലോ ആ ഡാറ്റയ്ക്ക്. അതിനു വേണ്ടിയാണ് ഇൻ്റർനാഷണൽ കമ്പാരിസൺസ്. പിന്നെ രണ്ടാമത്തെ ടോപ്പിക് ബിസിനസ് ഡിസിഷൻ. ഓക്കെ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പോലൊരു കൺട്രിയാണെന്ന് വിചാരിക്കുക. അഫ്ഗാനിസ്ഥാൻ്റെ GDP ഭയങ്കര ലോ ആണ്. ഓക്കെ, ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഒരുപാട് ഇൻറ്റേർണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ GDP ലോ ആണ്. അപ്പോൾ ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഈ 3 കൺട്രീസ് വെച്ചിട്ട് ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ കൊക്കക്കോള പോലത്തെ ഒരു കമ്പനിയോട് ചോദിക്കുകയാണ്, ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റൂ, എവിടെയാണ് നിങ്ങൾ തുടങ്ങുന്നത്? അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ബെറ്റർ എക്കണോമി ഏതാണ്, GDPയിൽ കുറച്ചുകൂടെ വലുതായി നിൽക്കുന്ന എക്കണോമി ഏതാണെന്ന് നോക്കിയിട്ട് ആ എക്കണോമി ആയിരിക്കുമല്ലോ ചൂസ് ചെയ്യുക. അപ്പോൾ ഇന്ത്യൻ എക്കണോമി ആയിരിക്കുമല്ലോ ചൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യാൻ വേണ്ടി ബിസിനസ് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ GDP ഒരു വലിയ ഫാക്ടറാണ്. ഓക്കെ, മൂന്നാമത്തത് പോളിസി ഫോർമുലേഷൻ. ഗവൺമെൻറ്റിലെ പോളിസികളില്ലേ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയുടെ ടാർഗറ്റ് $5 ട്രില്യൺ എക്കണോമി ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ ഗവൺമെൻറ് പോളിസീസ് കൊണ്ടുവരാം? ഇപ്പോൾ ഗവൺമെൻറ് എന്താ പറയുക, പല കമ്പനീസിനും ഡീറെഗുലേഷൻ ചെയ്യുന്നുണ്ട്. അതായത് നിയമങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ബെറ്റർ ആയിട്ട് അവർക്ക് ഇവിടെ സെറ്റപ്പ് ചെയ്ത് എളുപ്പത്തിൽ പ്രൊഡക്ഷൻ തുടങ്ങാനുള്ള കണ്ടീഷൻസ് വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ. ഒന്നാണ് ഡീറെഗുലേഷൻ. അതുപോലെ തന്നെ വേറൊന്നാണ് PIL, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്. സോറി, PLI സോറിയേ, ശരി. അപ്പോൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് PLI. ഓക്കെ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ചില കമ്പനികൾക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ഗവൺമെൻറ് അങ്ങോട്ട് കാശ് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ പ്രൊഡക്ഷൻ എത്രയാണോ നടത്തുന്നത് അതിൻ്റെ ഡബിൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ്സ് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ചില സ്മോൾ കമ്പനീസ്, സ്റ്റാർട്ടപ്സിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു എക്കണോമിയാണ് ഇന്ത്യ. ഇന്ത്യയിൽ 83 യൂണിക്കോൺസ് ഉണ്ടെന്നാണ് പറയുക. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ $1 ബില്യൺ വാല്യുവേഷൻ വന്നേക്കണം സ്റ്റാർട്ടപ്പ് കമ്പനി. അപ്പോൾ അത്രയും വലിയ കമ്പനീസ് ഇന്ത്യയിലുണ്ട്, 83 ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുപോലെ പല ചെറിയ ചെറിയ സ്റ്റാർട്ടപ്സും ആ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് പോളിസി ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അവർക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആയിക്കോട്ടെ. കാരണം ഇതൊരു പോളിസി ഡിസിഷൻ ആവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പൈസ ഇവർക്ക് കൊടുക്കുമ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ച ഫണ്ടായിരിക്കും. അതിപ്പോൾ സ്കോളർഷിപ്പിനാവാം, പെൻഷൻ കൊടുക്കുന്നതാവാം, ശമ്പളം കൊടുക്കേണ്ട ഫണ്ടാവാം. അപ്പോൾ അത് കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കണം ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു പോളിസി ഡിസിഷനാണ്. ഓക്കെ, പിന്നെ പോളിസി ഇവാലുവേഷനും അങ്ങനെ തന്നെയാണ്. നമുക്ക് GDP എത്രത്തോളം കൂടുന്നു കുറയുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് ആ പോളിസീൻ്റെ ഇവാലുവേഷനും കൂടെ എടുക്കാം അല്ലേ. ഇപ്പോൾ നമ്മളൊരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തു, ടാക്സ് കുറച്ച് കൊടുത്തു ചില കമ്പനീസിന്, പക്ഷേ എന്നാലും നമ്മൾ GDPയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലാന്നാണെങ്കിൽ ആ പോളിസി പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ആയില്ല, അല്ലെങ്കിൽ ആ പോളിസി ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് നമുക്ക് പറയാമല്ലോ അല്ലേ. ഓക്കെ, അതാണ് പോളിസി ഇവാലുവേഷനിൽ വരുന്നത്. ശരി, അടുത്തത് ബഡ്ജറ്റിംഗ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് ഇത്ര ഫണ്ട് ഇന്ന ആവശ്യത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്ന് ഗവൺമെൻറ് തീരുമാനിക്കണമെങ്കിൽ നാഷണൽ ഇൻകം എത്രയാണെന്ന് അറിയണം, ആ നാഷണൽ ഇൻകം എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് അറിയണം അല്ലേ. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് ആനുവൽ ബഡ്ജറ്റിൽ വരുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഡാറ്റാ ബേസ് ഉണ്ടാക്കി വെക്കുക. ഇന്ന സെക്ടർ, അതായത് മാനുഫാക്ചറിങ് സെക്ടർ ആയിക്കോട്ടെ, സർവീസ് സെക്ടർ ആയിക്കോട്ടെ, അങ്ങനെ പല സെക്ടറിനും ഇന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത്ര വരുമാനം ഇന്ത്യക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര നഷ്ടം നമുക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞാലല്ലേ അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ശരി. ഇനി വേറൊരു ഒരു കോൺസെപ്റ്റാണ് GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ GDP എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന പ്രൊഡക്ഷൻ, ആ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ നടക്കുന്ന പ്രൊഡക്ഷനാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ.
അതായത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടൊയോട്ട കമ്പനി ജപ്പനീസ് ഓൺഡ് കമ്പനിയാണ്. ആ കമ്പനി ഇന്ത്യയിൽ വന്ന് പ്രൊഡക്ഷൻ നടത്തിയാലും അത് ഇന്ത്യയുടെ GDP-യിൽ കാണിക്കും. പക്ഷേ അത് ആക്ച്വലി ഇന്ത്യയുടെ ഇൻകം ആണോ? അല്ലല്ലോ. കാരണം അതിൻ്റെ പ്രോഫിറ്റ് പോകുന്നത് ജപ്പാനിലേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ലാംബോഗിനി, ഫെറാറി, ഇതൊക്കെ ഈ ഇറ്റാലിയൻ കമ്പനീസ് അല്ലെങ്കിൽ ജർമ്മൻ കമ്പനീസ് ആയ വോക്സ് വാഗൺ, പോളോ അങ്ങനത്തെ കമ്പനീസ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടക്കുന്നതും അത് ഇന്ത്യയുടെ വരുമാനമല്ലല്ലോ. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വരുമാനമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റെൻറ്റ്, വേജ്, പ്രോഫിറ്റ് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പ്രോഫിറ്റ് ഇല്ല, റെൻറ്റ്, വേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ പ്രോഫിറ്റ് പോകുന്നത് എങ്ങോട്ടാണ്? പുറത്തൊരു കൺട്രിയിലേക്കാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ ഇന്ത്യയുടെ ഇൻകം എന്ന് പറയുമ്പോൾ. അപ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയുടെ ഇൻകം എന്ന് നമ്മൾ പറയുന്നത് GNP ആണ്. അതായത് ഇതിന് പറയാന്ന് പറഞ്ഞാൽ GDP മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഫാക്ടർ പേയ്മെൻറ്റ് എന്താണ്, അത് തന്നെയാണ് ഫാക്ടർ ഇൻകം. അപ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, അതായത് പുറത്ത് രാജ്യങ്ങളിലുള്ള ആളുകൾ ഇന്ത്യയിൽ നടത്തുന്ന ബിസിനസ് കൊണ്ട് ഉണ്ടാക്കുന്ന നമുക്ക് പുറത്തേക്ക് പോകുന്ന ആ ഒരു ഫണ്ട് ഉണ്ടല്ലോ, ആ ഫണ്ടും നമുക്ക് ഇന്ത്യക്കാർ പുറത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന ഫണ്ടും അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ GDP-ന്ന് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യേണ്ടി വരിക. ഓക്കെ, എക്സാമ്പിൾ ഇപ്പോൾ ടാറ്റയില്ലേ, ടാറ്റയുടെ അണ്ടറിൽ വരുന്നൊരു കമ്പനിയാണല്ലോ ലാൻഡ് റോവർ ആൻഡ് ജാഗ്വാർ. ഈ രണ്ട് കമ്പനീസ് UK-യിൽ ജാഗ്വാർ ഒരു 300 കാറ് വിറ്റാൽ അതിൻ്റെ പ്രോഫിറ്റ് ഇന്ത്യയിലേക്ക് വരും, ലാൻഡ് റോവറിൻ്റെ പ്രോഫിറ്റ് ഇന്ത്യയിലേക്ക് വരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ടൊയോട്ടയുടെ പ്രോഫിറ്റ് ജപ്പാനിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട്, അതായത് പുറത്തെ വേൾഡും ഇന്ത്യൻ എക്കണോമിയുടെ ഇൻ്റഗ്രേഷൻ്റെ ആ ലെവൽ കൺസിഡർ ചെയ്തിട്ട് ഇന്ത്യയുടെ ആക്ച്വൽ ഇൻകം എത്രയാണെന്ന് നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു ഒരു ടൂളാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെയർ പ്രൊഡ്യൂസ്ഡ് ആയിരുന്നു GDP-യിൽ നോക്കിയിരുന്നത്. ഇവിടെ ഹൂ പ്രൊഡ്യൂസ്ഡ് എന്നാണ് നോക്കുന്നത്. ആരാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്? ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യക്കാരനാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ ഇന്ത്യയുടെ ഇൻകമാണ്. അല്ലെങ്കിൽ ജാപ്പനീസ് അല്ലെങ്കിൽ ഒരു ചൈനക്കാരനാണ് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ അത് അവരുടെ നാഷണൽ ഇൻകത്തിലാണ് വരിക. അവരുടെ നാഷണൽ പ്രൊഡക്റ്റ് ആയിട്ടാണ് വരിക, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആയിട്ട്. ഓക്കെ, ഇതാണ് GDP-യും GNP-യും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ അല്ലേ? ശരി, ഇത്ര നമ്മൾ ഗ്രോസ് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അടുത്തത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ കാര്യമാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പനി ഞാൻ തുടങ്ങി, ആ കമ്പനിയിൽ ഞാൻ എന്തെങ്കിലും ഒരു ടൂള് മാനുഫാക്ചറിങ്, ഒരു മെഷീൻ മാനുഫാക്ചറിങ് ആണ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടേക്ക് ഞാൻ മെഷീൻസ് കൊണ്ടുവച്ചിട്ടുണ്ടാവാം, പിന്നെ കൺസ്യൂം ചെയ്യുന്ന കുറേ ഐറ്റംസ് ഉണ്ടാവാം. ഈ മെഷീനിന് കാലങ്ങളായി വർക്ക് ചെയ്യുന്ന മെഷീൻ കേടാവാം, വെയർ ആൻഡ് ടയർ ഉണ്ടല്ലോ. ഏതൊരു മെഷീൻ ആയാലും ഇപ്പോൾ അതിൻ്റെ ലിവർ ഉണ്ടാവും, അതിൻ്റെ ഗിയേഴ്സ് ഉണ്ടാവും, ഗിയേഴ്സ് തേഞ്ഞു പോകാം അല്ലേ. അപ്പോൾ ഈ തേഞ്ഞു പോയ ഗിയർ മാറ്റണം, അപ്പോൾ അതിന് നമ്മൾ പൈസ ചിലവാക്കണ്ടേ. അപ്പോൾ ഈ വെയർ ആൻഡ് ടയർ ആണ്. ഓക്കെ, ഈ വെയർ ആൻഡ് ടയറിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. അതായത് ലോസ് ഓഫ് ക്യാപിറ്റൽ ഡ്യൂ ടു വെയർ ആൻഡ് ടയർ. ഓക്കെ, മെഷീൻ കേടാവുന്നത്, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഒരു അസംബ്ലി ലൈൻ സെറ്റപ്പ് ചെയ്തിട്ട് ആ അസംബ്ലി ലൈൻ ഒരു ഫെയിലിയർ ആവുകയാണെന്ന് വിചാരിക്കും, ഏതെങ്കിലും ഒരു അസംബ്ലി ലൈനിൽ ആ ഒരു പ്രോപ്പർ ഫംഗ്ഷൻ നടക്കുന്നില്ലെങ്കിൽ ഒക്കെ ഒരു വെയർ ആൻഡ് ടയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡിപ്രീസിയേഷനാണ്, നഷ്ടമാണ് നമ്മളെ കമ്പനിക്ക്. കാരണം കമ്പനി ആ ഡിപ്രീസിയേഷൻ നടന്ന ആ മെഷീനിൽ അതിലേക്ക് പിന്നെയും പൈസ ഇറക്കണം, ഗിയർ മാറ്റണം, പുതിയ ഗിയർ വാങ്ങിക്കൊണ്ടുവരണം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഡിപ്രീസിയേഷനും കൂടെ ഇതിനകത്തുനിന്ന്, അതായത് GDP-യിൽ നിന്നും GNP-യിൽ നിന്നും നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് നെറ്റ് നാഷണൽ പ്രോഡക്റ്റും നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും കിട്ടുക. അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് NDP എന്ന് വെച്ചാൽ GDP-യിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചാലുള്ള വാല്യൂ ആണ്. ഓക്കെ, അതുപോലെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ GNP നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത് ഹൂ പ്രൊഡ്യൂസ്ഡ് നോക്കിയതും അതിനകത്ത് നിന്ന് ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ ആണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ GNP ആണ് GDP-യൊക്കെ കുറച്ച് നല്ല ഇൻഡിക്കേറ്റർ ഇൻകത്തിൻ്റെ. അതുപോലെ തന്നെ NNP ആണ് GNP-യേക്കാൾ നല്ല ഇൻഡിക്കേറ്റർ. കാരണം ഇവിടെ ഇൻകമായിട്ട് കയ്യിൽ വരണമല്ലോ ക്യാഷ്. ഈ ക്യാഷ് ഡിപ്രീസിയേഷന് വേണ്ടി നമ്മൾ നന്നാക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ അർത്ഥമില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ NNP നെറ്റ് നാഷണൽ പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഏറ്റവും നല്ലൊരു ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കാണ് റിയൽ ആൻഡ് നോമിനൽ GDP. ഓക്കെ, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പറയാം, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നോമിനൽ GDP എന്ന് പറയുമ്പോൾ നമ്മൾ 2 വർഷം കൺസിഡർ ചെയ്യുക.
അതായത് 2010, അതുപോലെ തന്നെ 2024. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ എന്ന എക്കണോമിയിൽ ഒരു ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഇൻഡസ്ട്രിയുടെ ഔട്ട്പുട്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, നമുക്ക് ഈ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ 2010 ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനി ഉള്ളൂ. ആ കമ്പനി 10 കാറുകൾ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഒരു കാറിൻ്റെ വില 1,00,000 രൂപയാണ്. ഓക്കെ, അതുപോലെ തന്നെ 2024 കാറിൻ്റെ വില 2,00,000 രൂപയായി. ഓക്കെ, കാറുകളുടെ പ്രൊഡക്ഷൻ്റെ എണ്ണം പക്ഷേ 3 കാറേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ 3 കാറ് വേണ്ട, നമുക്കൊരു 5 കാർ എടുക്കാം. ഓക്കെ, 5 കാറ് പ്രൊഡ്യൂസ് ചെയ്തു. 2010 10 കാറ് പ്രൊഡ്യൂസ് ചെയ്തു, 1,00,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, GDP ആകുമ്പോൾ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എത്ര വിലയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1,00,000 × 10 ലക്ഷത്തിൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ വിറ്റിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കുമ്പോഴോ അത് തന്നെ 5 കാറ് 2,00,000 രൂപ, 10 ലക്ഷത്തിൻ്റെ പ്രൊഡക്ഷൻ വിറ്റിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ടും സെയിം അല്ലല്ലോ. പക്ഷേ നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് 10 കാറിൽ നിന്ന് പകുതിയായിട്ട് കുറയല്ലേ ചെയ്തത്. അപ്പോൾ ഈ സാധനങ്ങളുടെ വില കൂടുതൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫ്ലേഷൻ, ഈ സാധനങ്ങൾക്ക് വില കൂടുന്നത് കൊണ്ടും GDP കൂടാം. അപ്പോൾ നമുക്കപ്പോൾ റിയൽ ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മളപ്പോൾ ചെയ്യുന്ന കോൺസെപ്റ്റാണ് റിയൽ ആൻഡ് നോമിനൽ GDP. ഓക്കെ, അപ്പോൾ റിയൽ GDP എന്ന് പറഞ്ഞാൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത ഒരു നോർമൽ ആയിട്ട് എക്കണോമി ഫങ്ഷൻ ചെയ്ത ഓവർ ഇൻഫ്ലേഷനൊന്നും ഇല്ലാത്ത ഒരു വർഷം നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ കറണ്ട് റിയൽ GDPയുടെ വർഷം എന്ന് പറഞ്ഞാൽ 2011-12 ഓക്കെ, അപ്പോൾ നോമിനൽ GDP തന്നെ ഈ കഴിഞ്ഞ വർഷം 2023-24 വർഷം എടുക്കുക. ഓക്കെ, 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെയുള്ള വർഷം. ശരി, അപ്പോൾ ഈ ഔട്ട്പുട്ട് 10 ലക്ഷം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 2011 ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് 8 ലക്ഷം. ഇത് വെറുതെ ഒരു ഫിഗറാണ് കേട്ടോ, നേരത്തെ നമ്മൾ പറഞ്ഞതല്ല, വെറുതെ ഞാൻ 2 ഫിഗർ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ സാധനങ്ങൾക്ക് വില കൂടിയതും കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് GDP ഡീഫ്ലേറ്റർ. ഓക്കെ, GDP ഡീഫ്ലേറ്റർ. ശരി, അപ്പോൾ GDP ഡീഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ നോമിനൽ GDP ബൈ റിയൽ GDP. റിയൽ GDP ഞാൻ പറഞ്ഞല്ലോ 2011-12 വർഷത്തിലെ GDP, നോമിനൽ GDP എന്ന് പറഞ്ഞാൽ ഈ വർഷത്തിലെ GDP ഇൻറ്റു 100. ഇതാണ് GDP ഡീഫ്ലേറ്റർ. ഓക്കെ, ഇതിന് വേറൊരു പേരും പറയും, ഇംപ്ലിസിറ്റ് പ്രൈസ് ഫാക്ടർ. ഓക്കെ, ഇത് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാലോ, നോമിനൽ GDP ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്രത്തോളം എക്കണോമി പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്, ആക്ച്വൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ഉണ്ടോ, അതോ വെറുതെ നമുക്ക് തോന്നിയ പോലെ വില കൂടിയതുകൊണ്ട് മാത്രം നമ്മുടെ GDP വലുതായതാണോ. ഓക്കെ, അതിനുപയോഗിക്കുന്ന സാധനമാണ് GDP ഡീഫ്ലേറ്റർ. ശരി, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് നാഷണൽ ഇൻകം. ഓക്കെ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് നാഷണൽ ഇൻകം. ശരി, അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയണ്ടാവും. അതായത് നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, ലാൻഡ്, ലേബർ, എന്താ പറയുക, ഓൺട്രപ്രനോർ. ഓക്കെ, ഈ കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ. ഇതല്ലാതെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? ഒന്നാണ് ടെക്നോളജി അല്ലേ. ഇപ്പോൾ ഒരു കൺട്രിയുടെ ടെക്നോളജി ഭയങ്കര ഹൈ ആണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം, വില കുറച്ച് ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ബെറ്റർ ആണെങ്കിൽ ടെക്നോളജിയിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാം, എന്നാലും വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എഴുതാം. ഒന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഒരു സാധനം എടുത്ത് നമുക്ക് ട്രിവാൻഡ്രത്ത് ഡെലിവറി ചെയ്യണം. അപ്പോൾ നമ്മൾ നോർമലി ട്രെയിൻ കയറ്റി വിട്ടാൽ 8 മണിക്കൂറിലായിരിക്കും അവിടെ എത്തുക. നേരെ മറിച്ച് നമ്മൾ വന്ദേ ഭാരതിൽ കയറ്റി വിട്ടാലോ 4 മണിക്കൂറിലെത്തും അല്ലേ. അപ്പോൾ ആ പെട്ടെന്ന് എത്തുന്നതിനനുസരിച്ച് ആ സാധനത്തിൻ്റെ വാല്യൂ കൂടുമല്ലോ. പെട്ടെന്ന് കിട്ടേണ്ട ആൾക്ക് ഇത് ഡിലേ ആയി കിട്ടും തോറും ചിലപ്പോൾ അയാൾ അടുത്ത ഓർഡർ തരില്ല.
അല്ലെങ്കിൽ അയാൾ വാങ്ങുന്ന സാധനങ്ങളുടെ എണ്ണം കുറയ്ക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി വാങ്ങാം. അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ ബാധിക്കും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. ടെക്നോളജി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നോർമൽ ട്രെയിനോ പകരം ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ വന്നാലോ സ്പീഡ് ഇനിയും കൂടും. ഇനി ഡയറക്റ്റ് ഡ്രോൺ ഡെലിവറി തുടങ്ങിയാൽ, ഇപ്പോൾ ഡ്രോൺ ഡെലിവറി ഭയങ്കര എക്സ്പെൻസീവാണ്, അത് ചീപ്പറാവും, ടെക്നോളജി ഡെവലപ്പ് ആവും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ഡ്രോൺ ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഡെലിവറി ചെയ്യുക. അപ്പോൾ വില പിന്നെയും കുറയും സാധനത്തിൻ്റെ. ഞാൻ ട്രെയിൻ കയറ്റി വിടണ്ട, വേറൊരാളെ ഏൽപ്പിക്കേണ്ട, കൊറിയറുകാരെ ഏൽപ്പിക്കേണ്ട, ലാഭമല്ലേ. അപ്പോൾ അത് നാലാമത്തെ കാര്യമാണ് ഗവൺമെൻറ് പോളിസീസ്. ഓക്കെ, ഗവൺമെൻറ് പോളിസീസ്. ഗവൺമെൻറ് ആക്റ്റീവായിട്ട് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഇൻഡസ്ട്രിയെ. ഇപ്പോൾ ഗവൺമെൻറ് എന്താ പറയുക, നമ്മുടെ GDP അങ്ങ് കൂട്ടണം എന്നുള്ള ടാർഗറ്റ് ഒന്നും അല്ല ഗവൺമെൻറ്റിന് മാക്സിമം എന്താ പറയുക സൊസൈറ്റിക്ക് കാര്യങ്ങൾ എത്തിയാൽ മതി. ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആണെന്ന് വിചാരിക്കും. റോഡ് നിർമ്മാണം, പാലം നിർമ്മാണം, റെയിൽവേ ട്രാക്ക്, എയർപോർട്ട്സ്, കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ആണല്ലോ ഇതൊക്കെ. അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഇൻഡസ്ട്രീസിൽ ഫോക്കസ് ചെയ്യില്ല. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കുറയും, നാഷണൽ ഇൻകം കുറയും, ആ വഴി വരുന്ന നാഷണൽ ഇൻകം കുറയും അല്ലേ. ശരി, അടുത്ത പോയിൻ്റാണ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് മേജർ കൺസിഡർ ചെയ്യുന്നൊരു പോയിൻ്റാണ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. ഇപ്പോൾ ഇന്ത്യയിലെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരേ പാർട്ടിയാണ് ഭരിക്കുന്നത്, ഒരേ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സ്റ്റേബിൾ ഗവൺമെൻറ്റാണ് ഇന്ത്യയിലുള്ളത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ താലിബാൻ ടേക്ക് ഓവർ ചെയ്യുന്നു, US വിഡ്രോ ചെയ്യുന്നു, അവിടെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് താലിബാൻ ഓവർത്രോ ചെയ്യുകയാണ്. അപ്പോൾ അത്രയും പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിളാണ് മയാൻമാറിൽ മിലിറ്ററി കൂപ്പാണ് അല്ലേ, മിലിറ്ററിയാണ് അവിടെ നിയമം നടപ്പിലാക്കുന്നതും ഭരിക്കുന്നത്. അപ്പോൾ അത്രയും പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആയ ഒരു കൺട്രിയിൽ പോയിട്ട് എൻ്റെ കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ നടത്തുന്നതിൽ അർത്ഥമില്ല അല്ലേ. അപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും കൂടെ കൺസിഡർ ചെയ്യും ഇവർ നാഷണൽ ഇൻകത്തിൽ. ഓക്കെ, പൊളിറ്റിക്കലി സ്റ്റേബിൾ ആണ് നമ്മുടെ കൺട്രി എങ്കിൽ കൂടുതൽ വരുമാനം ഇന്ത്യയിലേക്ക് വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ബേസിക് ആയിട്ട് ഞാനിന്ന് എടുക്കാൻ ഉദ്ദേശിച്ച നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ്റെയും എക്കണോമിയുടെ കുറച്ച് ബേസിക് ഫാക്ട്സും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ GDPയിൽ എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസ് ഉണ്ടല്ലോ. അതായത് GDP നമ്മളിവിടെ കൺസിഡർ ചെയ്ത് ഇന്ത്യയിൽ GDP കൺസിഡർ ചെയ്യുന്നത് എന്തിലാണ്? ഇന്ത്യൻ റുപ്പിയിലാണ്, ഡോളറിലാണ് US കൺസിഡർ ചെയ്യുന്നത്, പൗണ്ടിലാണ് UK കൺസിഡർ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എടുക്കണമല്ലോ ഇല്ലേ. കമ്പാരിസൺ നടത്തണമെങ്കിൽ എല്ലാം ഒരേ ഇതിലായിരിക്കണ്ടേ, ഒരേ ടേംസിലായിരിക്കണ്ടേ. അപ്പോൾ അതിനാണ് എക്സ്ചേഞ്ച് റേറ്റ് പോലത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ GDP കാൽക്കുലേഷന് മെത്തേഡ്സ് ഉണ്ട്, 3 മെത്തേഡ്സ്: ഇൻകം മെത്തേഡ്, വാല്യൂ ആഡഡ് മെത്തേഡ്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ 3 മെത്തേഡ്സും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ 1IAS അക്കാഡമിയുടെ 2025-26 ബാച്ചിലേക്കുള്ള, അതായത് ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.